ഇതൊരു ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള വ്ളോഗാണ്. അതായത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പകുതിക്കുന്നാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നാട്ടിലേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴി ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ടുള്ളത്. അവിടുന്ന് കുറച്ചുകൂടി പോയാൽ മാത്രമേ നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറാൻ പറ്റുള്ളൂ. ആ ഒരു ഭാഗത്ത് നിന്ന് കയറിയാലാണ് എനിക്ക് അധികം സീറ്റ് കിട്ടുക. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പോകാമെന്ന് വെച്ചു. വരുന്ന വഴി ജോസിയിൽ കയറിയിട്ട് അവിടുന്ന് ഞാൻ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു. ചെറിയതായിട്ട് വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് എന്താ ഓർഡർ ചെയ്യാമെന്നുള്ള ആകെ കൺഫ്യൂഷനിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ കോക്ടെയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായി കോക്ടെയിലൊക്കെ ഒന്ന് കുടിച്ചിട്ട്, അപ്പോൾ ഇന്ന് കോക്ടെയിൽ ആവാമെന്ന് വെച്ചിട്ട് ഒരു കോക്ടെയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്തു. കുഴപ്പമില്ല, ഓൾമോസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു പകുതിയൊക്കെ എത്തുമ്പോഴേക്കും എനിക്ക് ടോട്ടലി മടുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതെന്ത് ചെയ്യുന്നില്ല ആകെ കൺഫ്യൂഷനിൽ ഇങ്ങനെ വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ എങ്ങനെയൊക്കെയോ അത് കുടിച്ച് തീർക്കുക ചെയ്തത്. പിന്നെ അവിടുന്ന് ഞാൻ നേരെ ബസ് കയറാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴി വേറെ എന്താ സംഭവം എന്ന് വെച്ചാൽ ATM കണ്ടപ്പോൾ ഞാൻ ഓർമ്മിച്ച് കുറച്ച് ക്യാഷ് എടുക്കാനുണ്ടായിരുന്നില്ല കാര്യം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കാനറ ബാങ്കിൻ്റെ ATM കയറിയിട്ട് കുറച്ച് ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് വേറെ ഒരാൾ ഏൽപ്പിക്കാനുള്ള ക്യാഷ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് ഞാൻ സ്റ്റുഡിയോയിലേക്കാണ് നേരെ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ കണ്ണൂർ വന്നാൽ അധികവും ഞാൻ സ്റ്റുഡിയോ കയറാതെ ഞാൻ പോകാറില്ല. ജസ്റ്റ് അവിടെയുള്ള ഓരോ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ജസ്റ്റ് ഒന്ന് കാണണം. ഇപ്രാവശ്യം പോയപ്പോൾ കുറച്ചധികം സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. മെയിനായിട്ട് ഞാൻ ചെരുപ്പുകളാണ് വാങ്ങിയിട്ടുണ്ടായത്. അതായത് 3 ചെരുപ്പുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെയാണ്. ടോട്ടലി ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ട്രയൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കാര്യമായിട്ട് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കണ്ട് നടക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ അവിടുന്ന് പേയ്മെൻറ്റ് ക്ലിയർ ചെയ്തിട്ട് പിന്നെ ഞാൻ നേരെ പോയത് ബസ് കയറാനായിട്ടാണ്. അങ്ങനെ ബസ് കയറുന്നിടത്ത് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും ആവശ്യപ്പെട്ട സമയങ്ങളിലൊക്കെ ബസ്സൊക്കെ വളരെ കുറവായിട്ടാണ് കാണുന്നത്. അല്ലാത്ത സമയങ്ങളാണെങ്കിൽ ഇഷ്ടം കണക്കിന് ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവും. ഈ ഒരു അനുഭവം എനിക്ക് മാത്രമാണോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു പോയാൽ നമ്മൾ എങ്ങോട്ടേക്കോ ഡൈവേർട്ട് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ദാഹം തോന്നി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ കുറേ യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് വെറുതെ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ക്ഷീണവും കാര്യങ്ങളൊന്നും എനിക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാവാറില്ല. ചില സമയങ്ങളിൽ ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടാണ് പോവുക. അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് പോകാനൊക്കെ നല്ല ഇഷ്ടം തോന്നാറുണ്ട്. ഞാനിപ്പോൾ ലാസ്റ്റ് വന്നിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വന്ന ഒരുപാട് ചേഞ്ചസൊക്കെ ഞാനിങ്ങനെ ടൗൺ ഭാഗങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ടാണ് പോകുന്നത്. പിന്നെ കുറച്ച് സമയം പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ കേട്ട് പോകുമ്പോൾ കുറച്ചുകൂടി എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. ആ ഒരു ടൈമിൽ എന്താണെന്നറിയില്ല, നമുക്ക് എന്തൊക്കെയാണ് ചിന്തകളുള്ളത് അതൊക്കെ നമ്മുടെ മൈൻഡിൽ വരും. അയ്യോ, ഞാൻ മറന്നു തോന്നുന്നു. ഞാൻ എവിടെ നിന്നാണ് ട്രെയിൻ ഇറങ്ങിയെന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ണൂരാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഞാൻ നേരെ ഇനി തളിപ്പറമ്പ് വഴി ശ്രീകണ്ഠപുരത്തേക്കാണ് പോകുന്നത്. പോകുന്ന വഴി ഒരുപാട് കാഴ്ചകളൊക്കെ ഞാൻ പണ്ടേ കണ്ട കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് പുതുമകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ തളിപ്പറമ്പ് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ നല്ല വിശപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ട് ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളോട് കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഒരു കല്യാണം ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ നല്ല വിശപ്പ് എന്നോട് സഹിക്കാൻ പറ്റത്തുകൊണ്ട് ഒരു പപ്സും ലൈമും അകത്താക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനൊരു ഷർട്ട് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് അതൊക്കെ വാങ്ങിയ ശേഷം എനിക്കൊരു ഡ്രസ്സ് വാങ്ങണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെഞ്ച്വറിയിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ സ്ഥിരം ഇവിടെ തന്നെയാണ് എടുക്കാറ്. നമുക്ക് എന്താണെന്നറിയില്ല, ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാലാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നാറ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരുപാട് ഡ്രസ്സുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫൈനലി എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 സെലക്ട് ചെയ്തിട്ട് അതിൽ ഞാൻ ഒരു ഡ്രസ്സാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് അതൊക്കെ വാങ്ങിയ ശേഷം പിന്നെ എനിക്ക് ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ത്രെഡ് ചെയ്യാൻ നാട്ടിൽ തന്നെ ഉള്ളൊരു കടയാണ് ഐലിപ്സ്. അവിടെയാണ് ത്രെഡ് ചെയ്യാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം എൻ്റെ ഫോണിന് കവറൊക്കെ ഒന്ന് മാറ്റാനും അതിൻ്റെ ഗ്ലാസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് കല്യാണത്തോടനുബന്ധിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങാനായിട്ട് കയറി. പിന്നെയുള്ള നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ശരിക്കും കാണുക തന്നെ വേണം കേട്ടോ. ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തപ്പോഴാണ് പിന്നെ നല്ല മഴ ഇടിയൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 4:45 ടൈം തന്നെ നല്ല ഇട്ടൊക്കെ തോന്നിയിട്ട് ഏകദേശം ഒരു 8 മണീൻ്റെ ഒക്കെ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടുണ്ടായിരുന്നു. നല്ല ഇടിയാണ്, പറഞ്ഞറിയിക്കാൻ വയ്യ. ആ ഒരു ടൈം തന്നെ എൻ്റെ ഫോണിൻ്റെ ചാർജ് ഒരുപാട് ലോസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫോൺ ആ ഒരു ടൈം എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ലൈറ്റനിങ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബേക്കറി വാങ്ങാനായിട്ട് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബേക്കറിയും വാങ്ങിയ ശേഷം പിന്നെ നേരെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീട്ടിലെത്തിയിട്ടും കറണ്ടൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കറണ്ട് വന്ന സമയത്ത് ഞാനൊരു ചായയൊക്കെ വെച്ച് കുടിച്ച് മാൽക്കിസിൻ്റെ ഒരു ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് TV ഒക്കെ കണ്ടിരിക്കും.